ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് കൺമണിയെ വീട്ടിലാക്കി തന്നെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. രാവിലെ ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനോടും അമ്മയോടും കൺമണിയാണ് എൻ്റെ പെണ്ണ്, ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയാൻ വേണ്ടി ചെല്ലുക കേട്ടോ. ആ സമയത്താണ് മഹി ഫോൺ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ കൃഷ് ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മഹി, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയുന്നു. ഇന്നലെ രാത്രി പോയിട്ട് എന്തായടാ, നിനക്ക് കൺമണിയെ കാണാൻ ഇത്രയും ആഗ്രഹത്തോടുകൂടി പോയതല്ലേ, എന്തായി എന്ന് പറയുന്നു. നിനക്ക് രാത്രിയൊക്കെ പോകണമെങ്കിൽ നിനക്ക് വട്ട് തന്നെയാണ് കൃഷി എന്ന് പറയുന്നുണ്ട്. അതെ, എനിക്ക് വട്ട് തന്നെയാണ്, പക്ഷേ അതിനുള്ളൊരു ചികിത്സ കൺമണി തന്നെയാണ്. അവൾ എനിക്ക് വിവാഹം കഴിക്കണം, അത് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് തന്നെ ഒരു വട്ടാണെന്നൊക്കെ മഹി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ മാനസികമായിട്ടോ കൃഷി കാണുന്നത്. അപ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് എന്താ ഇവൾ ഇങ്ങോട്ട് വരാൻ കാരണം, ഇതിലിപ്പോൾ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലായി കേട്ടോ. കാരണം ഇന്ന് ഞാൻ എല്ലാം അച്ഛനോടും അമ്മയോടും പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവൾ വരാനുണ്ട് കാരണം എന്തൊക്കെയോ ഉണ്ട്, അത് മനസ്സിലാക്കുക കേട്ടോ കൃഷി ചെയ്യുന്നത്. അതിനുശേഷം സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാനസ ഓടി വന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. അങ്ങനെ കൃഷിൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് ആൻറ്റിയമ്മ പറയുന്നുണ്ട്. അപ്പോൾ കൃഷി ചോദിക്കുന്നത്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണോ, പിന്നെ എന്താണ് നീ അറിയാത്ത പോലെയൊക്കെ ചോദിക്കുന്നത്. അതിനുശേഷം തന്നെ മാനസയും അതുപോലെ തന്നെ കൃഷും എല്ലാവരും കൂടി വന്നതിന് ശേഷം തന്നെ കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നിമിഷങ്ങളാണ്. പിന്നീട് എല്ലാവർക്കും നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് അവരുടെ കല്യാണ ഡേറ്റ് കുറിക്കാൻ വേണ്ടി തന്നെയാണ് മാനസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും അത് കൈയോടുകൂടി അത് ഉറപ്പിച്ചതിന് ശേഷം മാനസിനെ തിരിച്ചു പോവുള്ളൂ. പിന്നീട് കാണിക്കുന്നത് മഹിയെ തന്നെയാണ് കേട്ടോ. മഹി പറയുന്നുണ്ട്, മാനസ വന്നതിന് നല്ലൊരു ഉദ്ദേശമുണ്ട്, കാരണം അവൾ ഇപ്പോൾ വരണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, ഇതിൻ്റെ പുറകെ മറ്റാരുമാണെന്ന് എനിക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് ആൻറ്റിയമ്മയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത എന്ന് പറയുന്നു. ആൻറ്റിയമ്മ ഞാൻ വിചാരിച്ചതിൽ അപ്പുറമാണ് എന്നൊക്കെ കൃഷി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആൻറ്റിയമ്മയോട് ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ മാനസയെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആൻറ്റിയമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, മാനസയല്ലാതെ മറ്റൊരുത്തിയുടെ കഴുത്തിലും നീ താലി കെട്ടില്ല കൃഷി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കൺമണിയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല, മനസ്സിൽ തന്നെ വിവാഹം കഴിക്കും. പക്ഷെ മാനസയുടെ മനസ്സിലിരിപ്പ് ആൻറ്റിയമ്മയ്ക്ക് അറിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അവളുടെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്നത്. അറിഞ്ഞാൽ ഒരിക്കലും തന്നെ മാനസികമായിട്ടുള്ള കൃഷ്ണൻ്റെ വിവാഹം തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യും ആൻറ്റിയമ്മ.